ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു ചിക്കൻ കാരി കുർത്ത ഇപ്പോൾ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തൊരു ചിക്കൻ കാരി കുർത്ത സ്റ്റൈൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു കോൾ ബ്ലാക്ക് കാജലൊക്കെ എഴുതി ഹെവി സിൽവർ ജുവലറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ലുക്ക് നോക്കാം. ദെൻ ഗോയിങ് ടു ദ വീഡിയോ. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദെൻ ഗോയിങ് ടു ദ വീഡിയോ. ആദ്യം തന്നെ സ്കിൻ കെയർ സെക്ഷൻ ആണ്. അപ്പോൾ സ്കിൻ കെയറിനായിട്ട് ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് ടോണർ, ഡ്യൂയി ടോണർ ഫ്രം ലാക്ടോ കലാമിൻ. ഇതൊരു റൈസ് വാട്ടർ ടോണർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. മേക്കപ്പ് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മേക്കപ്പ് കുറച്ച് നേരം നിൽക്കണം, അധികം ക്രീസ് ഒന്നും വരരുത്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കുറച്ച് എലാബറേറ്റ് ചെയ്താൽ മാത്രമേ മേക്കപ്പ് സ്റ്റാൻഡ് ഓൺ ചെയ്ത് നിൽക്കത്തുള്ളൂ. നെക്സ്റ്റ് ഐ എം യൂസിങ് എ നയാസിനമൈഡ് സിറം. ഓക്കെ, ഫിക്സ് ഡെർമയുടെ ഒരു നയാസിനമൈഡ് സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിക്സ് ഡെർമയുടെ നയാസിനമൈഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചെടുത്തു. ജസ്റ്റ് കുറച്ച് മാത്രമേ പമ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഇടുക. നയാസിനമൈഡ് എപ്പോഴും നമ്മുടെ ആന്റി ഏജിങ് ഓപ്പൺ പോർട്സ് ഒക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഐ എം യൂസിങ് എ മോയ്സ്ചറൈസർ. എംബ്രയോ ലൈസിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു ഫംഗ്ഷന് പോകുന്നതായതുകൊണ്ട് തന്നെ കുറച്ചൊരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരിക്കും. ഓക്കെ, അടുത്തത് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ റീകോഡിന്റെ ഏസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞൊരു മാറ്റിഫൈങ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. റീകോഡ് അത്യാവശ്യം നല്ല പ്രോഡക്ട്സ്, ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ തരുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ, ഇങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നല്ല രീതിയിലുള്ള പിഗ്മെന്റേഷൻസ് ഉണ്ട്. അപ്പൊ പിഗ്മെന്റേഷൻസ് ഒന്ന് കവർ അപ്പ് ചെയ്യുക. അപ്പൊ എന്റെ സ്കിൻ ടോണിനെയും കാട്ടി അണ്ടർ ടോൺ ആയ 2 കൺസീലേഴ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ 06 ഗോൾഡൻ റഷ് ഫ്രം ടോഫി. ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ 06 ഗോൾഡൻ റഷ്. ആൻഡ് NYBയുടെ മീഡിയം യെല്ലോ NC5. ഇതിന്റെ പെയിന്റിങ്സ് ഒക്കെ പോയി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കൺസീലർ ആണ്. ഞാൻ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് 100 ഇത് എനിക്ക് കിട്ടിയത്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എന്റെ അണ്ടർ ഐ ഡാർക്ക്നെസ്സും പിഗ്മെന്റേഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നത്. ലെറ്റ്സ് ചെക്ക്. ഓക്കെ, 2 ഷെയ്ഡും എന്റെ സ്കിൻ ടോണിനെയും കാട്ടി കുറച്ച് അണ്ടർ ടോൺ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ 06 ഗോൾഡൻ റഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ എന്നെപ്പോലെ പിഗ്മെന്റേഷൻ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ചിലവർ ഹൈലൈറ്റിംഗ് കൺസീലർ മാത്രം അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫൗണ്ടേഷനോ സ്കിൻ ടൈൻറ്റോ BB ക്രീമോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത് മാത്രം അപ്ലൈ ചെയ്താലും മതി. എനിക്ക് നല്ല രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എപ്പോഴും ഇത് പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നെന്ന് തോന്നിയാൽ യു ക്യാൻ യൂസ് ദാറ്റ്. ഇതൊരു എവറിഡേ മേക്കപ്പ് അല്ല, ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഓക്കെ, കണ്ണിന്റെ എക്സാക്ട് എന്റെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് കവറപ്പ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഒരു സ്കിൻ ടിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലോറിയൽ പാരീസിന് ഇൻഫാലിബിൾ 24H ടിന്റ് സെറം. ഓക്കെ, ഭയങ്കര ലിക്വിഡ് ഫോമിലാണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഒരു നാച്ചുറൽ ഡ്യൂയി ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, എപ്പോഴും നെക്കിലും കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതും കൂടെ ഈവൻ ദ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയാലും അപ്ലൈ ചെയ്യാം.
ഓക്കെ, നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർഷ് ആവത്, ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് ഈസിലി ബ്ലെൻഡബിൾ ആവുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഹൈലൈറ്റിംഗ് കൺസീലർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ലോറിയൽ പാരീസിന്റെ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞ ഫുൾ വെയർ മീഡിയം ബീച്ച് ആണ് എന്റെ ഷെയ്ഡ്. അടിപൊളിയാണ്, ഒരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു അടിപൊളി കൺസീലർ ആണ് കേട്ടോ. നമുക്ക് ഈ കൺസീലർ മാത്രം വെച്ച് വിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം, ഈ സ്കിൻ ടിന്റ് ഒന്നും ചെയ്യാതെ തന്നെ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇനി അടുത്ത പാക്കിന്റെ ഒരു മിനി ലൂസ് പൗഡർ ആണ്. ഞാൻ ബനാന പൗഡർ ആണ് എടുത്തത്. ഇങ്ങനെ അത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐബ്രോസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഞാൻ ഹാഫ് ആൻഡ് ഹാഫിന്റെ ഈ ഒരു പാലറ്റ് ആണ് എടുക്കുന്നത്. ഇതിൽ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാലറ്റ് ആണ്. അതിൽ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ബ്രഷ് കിട്ടും കേട്ടോ നമുക്ക്, പക്ഷെ സ്പൂളി കിട്ടത്തില്ല. എന്നിട്ട് ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, ഡാർക്ക് ബ്രൗൺ ഉണ്ട്. ഐബ്രോസ് പാർട്ട് കഴിഞ്ഞു. ഇനി ഐസ് ആണ്. ഐസിന് ഞാൻ കളർ സ്റ്റുഡിയോയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കോൾ ബ്ലാക്ക് കാജൽ ലുക്കാണ് യൂസ് ചെയ്യുന്നത്. അത്രയല്ല, ബേസ് നമുക്ക് ബ്രൗൺ കൊടുക്കാം. അപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ബേസ് കൊടുക്കാം. ഓക്കെ, ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് സെന്റർ പാർട്ടി കൊടുക്കാം. ഫേ ബ്യൂട്ടിയുടെ ഒരു കാജലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് എഴുതി കൊടുക്കാം. ആദ്യം കണ്ട മുകളില്, പിന്നെ കണ്ണിന്റെ അകത്തെ വാട്ടർ ലൈൻ. കാജൽ ലുക്ക് കഴിഞ്ഞു. താഴെയും മുകളിലും അകത്തും ഒക്കെ എഴുതിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തു. ഇനി അടുത്ത ബ്ലഷ് ആണ്. ഞാൻ ബെറി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നൈക്കയുടെ ഒരു ബ്ലഷ് ആണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ, ഒരു ബ്ലറി പ്ലം ഒക്കെ ഷെയ്ഡാണ്. ഓക്കെ, ഇപ്പം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഫങ്ഷൻ ലുക്ക് അല്ല, അപ്പൊ ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഈ ബ്ലഷിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ലം ബെറി ഒക്കെ ഷെയ്ഡാണ്. അടുത്തത് ഒരു കോണ്ടൂറിങ് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രോൺസർ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ചിന്നും ഫോർഹെഡ് ഒക്കെ നമുക്കൊന്ന് കോണ്ടൂർ ചെയ്യാം. ഓക്കെ, ഇത് എൻവൈബിയുടെ ഒരു ബ്രോൺസർ പൗഡർ ആണ് കേട്ടോ. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, മുഖത്തിനൊരു ഷേപ്പ് കിട്ടാൻ നല്ലതാണ്. നമ്മുടെ മുഖം ഒന്ന് ഫ്രെയിം ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒന്ന് ഫിംഗറിൽ എടുത്തിട്ട് ജസ്റ്റ് മൂക്കിന്റെ ഭാഗത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മേക്കപ്പ് കേക്ക് ആവാതിരിക്കാൻ, ഒരു ഷൈനിങ് കിട്ടാൻ, മേക്കപ്പ് ഒക്കെ ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതായിട്ട് ബ്ലെൻഡ് ആവാൻ ഈ ഡാൽബയുടെ സ്പ്രേ നല്ലതാണ്. ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഡാൽബ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് റീകോഡിന്റെ സ്പ്രേ സെറം ഹൈഡ്രേറ്റ് ആൻഡ് റേഡിയന്റ് സ്കിൻ. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുവിധം മേക്കപ്പ് എല്ലാം കഴിഞ്ഞില്ലേ, ജസ്റ്റ് ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഈ മേക്കപ്പ് ക്രീസി ആവുക, അതൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യും. അഫോർഡബിൾ റേഞ്ചിന് നല്ലൊരു ഐറ്റാണ് കേട്ടോ.
അപ്പൊ അടുത്ത് നമ്മൾ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് ഉപയോഗിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഡ്രോപ്പ് ആൻഡ് ഗ്ലോ റോസ് ഗോൾഡ് ഷെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഇതേപോലെ കയ്യിലെടുത്തിട്ട് ആദ്യം നമ്മൾ നോസിന്റെ നടുക്ക് ഓക്കെ, പിന്നെ ചീക്സില. ഇതിന്റെ 2-3 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഗോൾഡ്, ഷാമ്പെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഷെയ്ഡ്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പൗഡർ ഹൈലൈറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഇൻസൈറ്റിന്റെ പൗഡർ ഹൈലൈറ്റർ സൂപ്പറാണ്, അണ്ടർ ബഡ്ജറ്റുമാണ്. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലെത്തി. ഇനി മസ്കാരയാണ്. അപ്പൊ ഐലാഷ് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാണ്. ഓക്കെ, മാർസിന്റെ ഡബിൾ ട്രബിൾ എന്നിട്ട് മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഐലാഷ് കളർ വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്യാൻ നോക്കുക. വെൻ കമ്മിങ് ടു ദ ലിപ്സ് പാർട്ട്, ഞാൻ ഈ 2 കോംബോ ആണ് യൂസ് ചെയ്യുന്നത്. മൈ ഓൾ ടൈം ഫേവറേറ്റ് കോംബോ ആണ്. മിസ് ക്ലെയറിന്റെ മാറ്റ് പൗഡർ ലിപ് കളർ 15 ബ്ലോഗേഴ്സ് ഫേവറേറ്റ് ആണ് ഈ ഷെയ്ഡിന്റെ പേര്. പിന്നെ മാർസിന്റെ ഒരു എപ്പോഴും യൂസ് ചെയ്യുന്ന ചോക്കോ ബട്ടർ 14 ആ ഷെയ്ഡും കൂടെ വച്ചിട്ടാണ് നമ്മൾ ഇതാണ് മാർസിന്റെ ബ്ലോഗേഴ്സ് ഫേവറേറ്റ്. മാർസിന്റെ സോറി മിസ് ക്ലെയറിന്റെ ആണ് കേട്ടോ. അങ്ങനെ ലിപ്സും കഴിഞ്ഞു. എനിക്ക് മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കിനി മേക്കപ്പ് ഫിക്സറും കൂടെ ഉണ്ട്. പാക്കിന്റെ മേക്കപ്പ് ഫിക്സർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് കാണാം. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഐസും ലിപ്സും മേക്കപ്പ് ഒക്കെ ക്രീസി ഒക്കെ ആവാതെ നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ചിക്കൻ കറി കുർത്ത വിച്ച് ഐ ബോട്ട് ഫ്രം മിന്ത്ര, കളർകോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ആൻഡ് ദിസ് കളറ് ഒന്നും പറയാനില്ല, സൂപ്പർബാണ്, ഭയങ്കര കംഫർട്ടാണ്. എപ്പോഴും നിങ്ങൾ ചിക്കൻ കറീസ് വാങ്ങുമ്പോൾ 1 സൈസ് അപ്പ് എടുത്താൽ നന്നായിരിക്കും. യൂഷ്വലി ഐ പർച്ചേസ് മീഡിയം, ലാർജ് ആണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഫ്രീ ഫ്ലോയിൽ കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൻഡ് അടിപൊളിയാണ്. കൂടെ ഒരു സെയിം കളർ സെയിം കോമ്പിനേഷനുള്ള പലാസയാണ് വരുന്നത്. ആൻഡ് ഈ മേക്കപ്പ് അതിന് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഐ പെയർഡ് വിത്ത് സിൽവർ ജ്വല്ലറീസ്, ലാർജ് ജുംകാസ് ആൻഡ് ഈ ഒരു വളയും കൂടിയിട്ടാണ് ഞാൻ പെയറപ്പ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് ലുക്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ ലൂസായിട്ടാണ് ഹെയർ ഇട്ടത്, ജസ്റ്റ് സ്ട്രൈറ്റൻ ചെയ്ത് ഇട്ടു. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ചൂടാണെങ്കിൽ ദെൻ ഐ ജസ്റ്റ് ടൈഡ്. ഞാൻ പോണി കിട്ടും. രണ്ടായാലും നന്നായിട്ട് സ്യൂട്ടപ്പ് ആവുന്നൊരു ലുക്കാണ്. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.